ഞാൻ അവിടെ ജോലിയിലായിരിക്കുന്ന അവസരത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ അദ്ദേഹത്തിൻ്റെ മുറിക്ക് മുമ്പിൽ ഒരു സ്വിസ് ഗാർഡ് എപ്പോഴും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കും. രാത്രി മുഴുവനും അദ്ദേഹം കാവൽ നിൽക്കും. അത് വത്തിക്കാൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കതക് തുറന്നു നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ പാപ്പ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് ഒരു കസേര എടുത്തുകൊണ്ട് വന്ന് ഈ സ്വിസ് ഗാർഡിന് കൊടുത്തിട്ട് പറഞ്ഞു, കുറേ സമയമായിട്ട് നിൽക്കുകയാണല്ലോ, ഇനി താങ്കൾ ഇവിടെ ഇരിക്കുക. അദ്ദേഹം മടിച്ചു നിന്നു. കാരണം അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹം ഇങ്ങനെ മടിച്ചു നിന്നപ്പോൾ പാപ്പ പറഞ്ഞു, മാർപ്പാപ്പയാണ് പറയുന്നത്, ഇരിക്കുക. അദ്ദേഹം പാപ്പായെ അനുസരിച്ചു അവിടെ ഇരുന്നു. കുറേ കൂടെ സമയം കഴിഞ്ഞ് ഏകദേശം അർദ്ധരാത്രിക്കായി കാണും. ഈ മനുഷ്യന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി മാർപ്പാപ്പ അദ്ദേഹത്തിന് പുറത്ത് കൊണ്ടുപോയി കൊടുത്തു എന്ന് ഞാൻ ആ സമയത്ത് കേൾക്കാനിടയായിട്ടുണ്ട്. അത്രമാത്രം ആർദ്രതയുള്ള, അത്രമാത്രം കരുണയുള്ള, മറ്റുള്ളവനെ അത്രമാത്രം അടുത്തറിയുന്ന, അതിനകത്ത് വലിയവൻ ചെറിയവൻ എന്നുള്ളതായ വേർതിരിവില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ.